ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഡോക്ടറുമായിട്ട് രേഖയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തപ്പോൾ മേലെ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തായാലും ബ്ലഡ് ടെസ്റ്റും അൾട്രാസൗണ്ട് സ്കാനും ഒക്കെ എടുത്തു കഴിഞ്ഞ് നമുക്ക് നോക്കാം. ശരി ശരി ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇതാക്കണം. അപ്പോൾ രേഖേനെ വെളിയിൽ കൊണ്ടുപോയി. ഡോക്ടറെ, അടുത്തത് ഞാൻ പരിശോധിക്കാൻ പറയുന്നത് എൻ്റെ അനിയത്തിയാണ്. അവളൊരു പേഷ്യൻ്റ് ആണെന്ന് ഡോക്ടറോട് പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു. അവൾക്ക് എന്താ അസുഖമെന്ന് അവളോട് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ശരി എനിക്കറിയാം. എന്തായാലും ആ കുട്ടിയെ കൂടി ഒന്ന് പരിശോധിക്കട്ടെ എന്നും പറഞ്ഞ് രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയാം. അങ്ങനെ ഗീതു പോയി രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് വരിക. ഇതാണ് ഡോക്ടർ ആള്. വാ. എങ്ങനെയുണ്ട് രഞ്ജു? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് എന്ത് കുഴപ്പം? എന്ത് പ്രശ്നം നേരിടാനും ഞാൻ തയ്യാറാ ഡോക്ടർ. എൻ്റെ കുഞ്ഞ് ഈ ലോകത്തേക്ക് ജനിച്ചു വരണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. വാ വയറ് പരിശോധിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക. ചില സമയത്ത് രഞ്ജുവിൻ്റെ വായിൽ നിന്നും വരുന്ന വർത്തമാനം നമ്മുടെ ചങ്ക് തകർക്കുന്നതാ. എല്ലാം കണ്ണേട്ടാ. അതെ ഗീതു, എനിക്ക് നല്ല സങ്കടമുണ്ട്. അവൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുക. രഞ്ജുവിനും കുഴപ്പമൊന്നുമില്ല. രഞ്ജുവിനും ബ്ലഡ് ടെസ്റ്റും സ്കാനൊക്കെ എടുക്കണം ചെല്ല് എന്നും പറഞ്ഞ് എല്ലാം എഴുതി കൊടുക്കുക. അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോവുക. ഗീതുവും ഗോവിന്ദ് രഞ്ജു വെളിയിലേക്ക് പോവുക. മോൾ സ്കാൻ എടുക്കുന്ന അവിടെ പോയിരിക്കേ, ഞാൻ ഗീതുവിനെ കൂടെ കാണിച്ചിട്ട് വരാം. ശരി ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു അങ്ങ് പോയി കഴിഞ്ഞതും ഗീതുവിനെയും കൂട്ടി ഗോവിന്ദ അകത്തേക്ക് കയറാം. സിസ്റ്റർ തുറച്ചു നോക്കുക. ഈ സമയം നിങ്ങൾ പിന്നെയും വന്നോ? നിങ്ങളോടല്ലേ പറഞ്ഞത് സ്കാനും ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തിട്ട് വരാൻ? അല്ല ഡോക്ടറെ, ഇവരിങ്ങനെ വന്നുകൊണ്ടിരുന്ന ബാക്കിയുള്ള ഗർഭിണികളൊന്നും പരിശോധിക്കണ്ടേ എന്നും സിസ്റ്ററും ഇത് കേട്ടതും ഡോക്ടർ അതല്ല, ഇതാണ് എൻ്റെ ഗർഭിണി. മിസ്സിസ് ഗോവിന്ദ് മാധവനും ഗർഭിണിയായിരുന്നു അല്ലേ? സോറി, ഞാനത് അറിഞ്ഞില്ല കേട്ടോ. എന്നാൽ പിന്നെ വാ, തൻ്റെ വയറോടെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക. ഈ സമയം നമ്മുടെ സിസ്റ്റർ എന്തായാലും കൺഗ്രാറ്റ്സ്. ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു വാർഡ് തന്നെ ബുക്ക് ചെയ്തിടേണ്ടി വരുമല്ലോ. അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാ. എന്തായാലും നല്ല സന്തോഷമുള്ള കാര്യമാണ് അല്ലേ സാർ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കണേ സമയമാകുമെന്ന്. അതെ എന്നും പറഞ്ഞിങ്ങനെ ചിരിക്കുക. ഈ സമയം ഗീതുവിനെ പരിശോധിച്ചു. അങ്ങനെ ഗീതുവിനും ബ്ലഡ് ടെസ്റ്റും സ്കാനും ഒക്കെ എഴുതി കൊടുത്തിരിക്കണം. അങ്ങനെ ഗോവിന്ദ് വെളിയിൽ കിടന്ന് നെട്ടോട്ട് ഓടുക. ഈ സമയം രേഖയെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത്, ഗോവിന്ദേട്ടാ എനിക്ക് തീരെ വയ്യ ഗോവിന്ദേട്ടാ, എനിക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല. എന്നൊരു കാര്യം ദേ തന്നെ വീൽ ചെയറിൽ കൊണ്ടുപോകാം. അതേ വീൽ ചെയർ സാർ വൈഫിനെ ഇവിടെ പിടിച്ചിരുത്ത്, ഞാൻ തള്ളിക്കൊണ്ട് പോവാം. അത് കേട്ടത് വൈഫോ? ഇപ്പോൾ ഒന്നും പറയാനുള്ള നേരമില്ല. രേഖയെ കയറി ഇരിക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് രേഖയെ പിടിച്ചെഴുന്നേപ്പിച്ച് വീൽ ചെയറിലിരുത്തുക. അങ്ങനെ രേഖയെ വീൽ ചെയറിലിരുത്ത് തള്ളിക്കൊണ്ട് പോവുക. ഈ സമയത്ത് നമ്മുടെ രഞ്ജു ഗോവിന്ദേട്ടാ എന്ന് പറഞ്ഞ ഉച്ചത്തിൽ വിളിക്കുക. എന്താ മോളെ? സിസ്റ്റർ എന്നെ വഴക്കു പറയുക, എനിക്കിവിടെ CT സ്കാൻ എടുക്കണ്ട എന്നും പറഞ്ഞ് രഞ്ജു. എന്തു പറ്റി സാർ? നിങ്ങളെന്തിനാ ഇവളെ ചീത്ത പറയുന്നേ? അത് കേട്ടതും അയ്യോ സാർ, ഞാൻ വഴക്ക് പറഞ്ഞൊന്നും അല്ല. പിന്നെ എന്തിനാ ഇവളാകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്? എൻ്റെ സാർ, ഞാൻ വെള്ളം കുടിക്കാനാണ് പറഞ്ഞത്. ഞാൻ വെള്ളം കുടിച്ചു ഗോവിന്ദേട്ടാ, 2 ഗ്ലാസ് വെള്ളം കുടിച്ചു. ഇവള് 2 ഗ്ലാസ് വെള്ളം കുടിച്ചില്ലേ? പിന്നെ എന്താ? എൻ്റെ സാർ, CT സ്കാൻ എടുക്കണമെങ്കിൽ 2 ഗ്ലാസ് വെള്ളമൊന്നും കുടിച്ചാൽ പോരാ, 1.5 ലിറ്റർ വെള്ളം കുടിക്കണം, എന്നാലേ പറ്റൂ. 1.5 ലിറ്റർ വെള്ളം കുടിക്കണോ? അതെ, 1.5 ലിറ്റർ വെള്ളം കുടിക്കാനൊന്നും എനിക്ക് പറ്റില്ല. വെള്ളം കുടിച്ചില്ലെങ്കിൽ സ്കാനിൽ കുഞ്ഞിൻ്റെ ഒന്നും തെളിയില്ല. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദശോ, മോളെ കുഞ്ഞിൻ്റെ ഇതൊക്കെ അറിയാൻ വേണ്ടിയല്ലേ മോളെ, ഇത്തിരി വെള്ളം കുടിക്കേ. അതിന് വെള്ളത്തിന് ഞാനോടൊപ്പം ഞാൻ വെള്ളം മേടിച്ചിട്ട് വരാം. എന്നാൽ സാർ ഇവിടെയുള്ളവരൊക്കെ വെള്ളം കുടിപ്പിച്ചിരുത്ത് ഞങ്ങളൊക്കെ എന്താ കന്നുകാലികളോ എന്നും രഞ്ജുവിൻ്റെ ചോദ്യം. ഇത് കേട്ടതും ഗോവിന്ദ് അയ്യോ മോളെ ചൂടാവല്ലേ, ഞാൻ പോയി വെള്ളം വാങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് ഗോവിന്ദ് ഓടിപ്പോയി വെള്ളം മേടിക്കുക. അങ്ങനെ രഞ്ജുവിന് വെള്ളം കൊടുത്തു. മോളെ വെള്ളം കുടിക്കട്ടോ. രേഖയ്ക്കും കൊടുത്തു. ഈ സമയം ഗോവിന്ദ വെള്ളം പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട്, എന്താണോ ഇത്രയും വൈകിട്ടാണോ വെള്ളം കൊണ്ടുവരുന്നേ? ഇത്തിരി നേരത്തെ കൊണ്ടുവന്നൂടെ? തന്നെയൊക്കെ ജോലി ഏൽപ്പിച്ച ഗവൺമെൻറ്റിനെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു മൊട്ടത്തലേനെടുത്ത് വെള്ളം കുടിക്കട്ടോ. താൻ വെള്ളം ഇങ്ങനെ എന്നും പറഞ്ഞ് വെള്ളം മേടിക്കുക. താനേ അങ്ങനെ ഇപ്പം ഞാൻ മേടിച്ചുകൊണ്ടുവന്ന വെള്ളം കുടിക്കണ്ട. അയ്യടാ, വെള്ളം തന്നതും പോരാ, എന്നെ ചീത്ത പറയുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ആകെ കലി കയറിയിട്ട് വെള്ളമൊക്കെ അവിടെ മേടിച്ച് വെക്കുക. ഈ സമയം ഗീതുവിനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുക.
ഗീതുവിനെ കൊണ്ട് അവിടെ ഇരുത്തി. അങ്ങനെ എല്ലാവരുടെ അടുത്തേക്ക് വിളിക്കണം. ഗോവിന്ദ് മാധവനുണ്ടെങ്കിൽ രേഖ എന്താണ് CT സ്കാനിൻ്റെ അടുത്തേക്ക് വരണം, ലാബോറട്ടറിയുടെ അടുത്തേക്ക് വരണം. അങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഗോവിന്ദ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വശം കെട്ടു. അവസാനം ഗീതുവിനെ കാണാനില്ല എന്നും പറഞ്ഞൊരു സിസ്റ്റർ, സാറിൻ്റെ വൈഫിനെ കാണുന്നില്ല, എൻ്റെ വൈഫിനെ കാണുന്നില്ലേ, അവളിതോടെ പോയി, ആ സാറിൻ്റെ വൈഫ് അവിടെ ഇരിപ്പുണ്ടല്ലോ, അയ്യോ അതെൻ്റെ വൈഫ് അല്ലടോ എന്നൊക്കെ പറയും. ഈ സമയം നമ്മുടെ സിസ്റ്റർ ചോദിക്കുക, അയ്യോ ഈ സാറിനിപ്പോൾ എത്ര വൈഫുണ്ട്, വെറുതെ അല്ല, അപ്പം ഇതുപോലെ ഒരുപാട് ഓട്ടം ഓടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ ഗീതു വരിക. ഗീതു നീ ഇതെവിടെ പോയതാ? അപ്പോഴേക്കും ഗോവിന്ദ വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം എടുക്കണ്ടെന്ന് കുടിക്കാൻ തരില്ല എന്നും പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ അവിടെ ഇരുന്ന് വെള്ളം എടുത്ത് ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ച് വെള്ളം കാണിച്ചു കൊടുത്ത് ഗോവിന്ദ് പേടിച്ച് വെച്ച് വെള്ളം മുഴുവനും അവരൊക്കെ എടുത്തുകൊണ്ട് പോയി. ഈ സമയം ഗീതു, ഞാൻ ഈ ബില്ലൊക്കെ ഒന്ന് അടയ്ക്കാൻ പോയതാ കണ്ണേട്ടാ, ഈ ബില്ലൊക്കെ അടയ്ക്കാൻ എനിക്കറിയാലോ, നീ എന്തിനാ പോയത്, നിന്നോട് ഇവിടെ ഇരുന്ന് ബ്ലഡ് എടുക്കാനല്ലേ പറഞ്ഞത്. അത് കേട്ടതും അത് സമയമാവെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് വന്നത്. കണ്ണേട്ടന് ഒറ്റയ്ക്ക് എത്ര ജോലി ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയത്. ആ സാരല്ല ഗീതു, എന്തായാലും നീയും കൂടെ ചെല്ല്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, അപ്പോഴേക്ക് രേഖ വരിക. എന്തായി രേഖ, ഞാൻ ഇവിടെ ചെയ്തോളാം ഗോവിന്ദേട്ട, എനിക്ക് അങ്ങോട്ട് പോകണ്ട. മാഡം ഇതിലിരിക്കേ, സാർ വൈഫിനെ പിടിച്ചിരുത്ത്. അപ്പോൾ വൈഫോ, അതൊക്കെ ഇയാൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം, ഇയാളുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിക്കോളാം. ഗോവിന്ദേട്ടൻ ഗീതുവിൻ്റെ കാര്യം നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ വീൽ ചെയറിലിരുന്ന് പോവുക. എന്താ കണ്ടിട്ടത്, ഒന്നും പറയണ്ട എൻ്റെ ഗീതു, ഞാൻ ആകെ പെട്ട് നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് തലയ്ക്ക് കൈയും കൊടുത്ത് നിൽക്കുക. ഈ സമയം ഗോവിന്ദ് ഗീതുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറയും. അങ്ങനെ ഗീതു അങ്ങ് പോയി. ഗീതു പോയി കഴിഞ്ഞതും ആകെ മൊത്തത്തിൽ ശ്വാസം മുട്ടുക. ഇത്തിരി വെള്ളം കുടിക്കാം എന്നും പറഞ്ഞ് നോക്കിയപ്പോഴേക്കും വെള്ളം കാണുന്നില്ല. അയ്യോ എൻ്റെ വെള്ളമൊക്കെ എവിടെ? താനെടുത്ത് കുടിച്ചല്ലേ, കുടിക്ക്, താൻ എൻ്റെ വെള്ളം മുഴുവനും കുടിക്കുക, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പിറുപിറുത്തോണ്ട് അവിടെ ഇരിക്കുകയാണ്. ഈ സമയം രഞ്ജുവും രേഖയും ഗീതവും കൂടെ വരിക. ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ ഒന്നിരിക്കുമ്പോൾ ഗോവിന്ദ് ആകെ തളർന്ന് നിൽക്കുന്നത് അവർ കാണുകയാണ്. എന്ത് പറ്റി ഗോവിന്ദേട്ടാ? ഗോവിന്ദേട്ടൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ, നമ്മളൊക്കെ ഇത്രയും ടെസ്റ്റ് ചെയ്തിട്ടും സ്കാൻ എടുത്തിട്ടൊന്നും നമുക്കൊരു ക്ഷീണവും ഇല്ല എന്ന് ഗോവിന്ദേട്ടനാകെ തളർന്നുല്ലോ. ഗോവിന്ദേട്ടന് വിറ്റാമിൻ്റെ കുറവുണ്ട്, ഒട്ടും ശക്തിയില്ല ശരീരത്തിൽ, തളർന്നു പോകുന്ന അവസ്ഥ അല്ല ഗോവിന്ദേട്ടാ എന്നൊക്കെ ചോദിക്കുകയാണ് രേഖയും രഞ്ജുവും കൂടെ. അപ്പോൾ ഗീതു അവിടെ വന്ന് എഴുന്നേറ്റ് പോയി ഗോവിന്ദനെ ചേർത്ത് പിടിച്ചു. ഇതൊക്കെ ഒരു രസമാണ് അല്ല ഗോവിന്ദേട്ടാ? 2 അനിയത്തിമാരും ഭാര്യയും 3 പേരും ഗർഭിണികൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടോടുമ്പോൾ അതിൻ്റെ ഒരു സുഖമൊന്ന് വേറെ തന്നെയാണ്. 3 കുഞ്ഞുങ്ങളാണ് എൻ്റെ കണ്ണേട്ടൻ്റെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത്. ആ 3 കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് കണ്ണേട്ടൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി കളിക്കാം അറക്കൽ തറവാട്ടിൽ. അത് കേട്ടത് ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുകയാണ് സന്തോഷത്തോടെ. എൻ്റെ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് മാധവൻ ലാബിൻ്റെ മുന്നിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ ഗോവിന്ദ് അവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓടി. ഈ സമയം ഗോവിന്ദ് മാധവൻ സ്കാനിങ് സെൻറ്ററിൻ്റെ മുന്നിലേക്ക് വരേണ്ടതാണ്. ഈശ്വര എന്തൊരു കഷ്ടമായത് എന്നും പറഞ്ഞ് അങ്ങോട്ടോടുക, ലാബോറട്ടറിയിലേക്ക് ഓടുക, സ്കാൻ സെൻറ്ററിലേക്ക് ഓടുക, ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഓടുക, സിസ്റ്ററിൻ്റെ അടുത്തേക്ക് ഓടുക. ഇതിനിടയിൽ രഞ്ജുവിൻ്റെ സിസ്റ്ററിൻ്റെ അടിയും എല്ലാം കൂടെ പരിഹരിച്ച് ഗോവിന്ദ് ഒരു വഴിയില്ലാതെ അവിടെ കുത്തിയിരുന്നു. ഈ സമയം നമ്മുടെ രഞ്ജു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നോക്കുക, ഈശ്വര പാവം ഗോവിന്ദേട്ടൻ. അപ്പോൾ രേഖ തന്നെ, അതെ സ്വന്തം ഭർത്താക്കന്മാർ നോക്കേണ്ട ഈ സമയത്ത് നോക്കി പാവം ഗോവിന്ദേട്ടനാ ഓടി നടക്കുന്നത്. ആ ഗോവിന്ദേട്ടൻ്റെ നല്ല മനസ്സ് ദൈവം കാണണം, ആ നല്ല മനസ്സിനെ ദൈവം ഒരുപാട് സഹായിക്കണം. ദൈവത്തിന് ഒരിക്കലും ഗോവിന്ദേട്ടന് ഒന്നും ചെയ്യാൻ പറ്റരുത്. ഗോവിന്ദേട്ടൻ്റെ ഒരു പാവ, ആ ഗോവിന്ദേട്ടൻ്റെ സന്തോഷം എന്നും നിലനിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയമാണെങ്കിൽ ഗീതു, കണ്ണേട്ടൻ ഇത് എവിടെയാണ് പോയത്? ഒന്നും പറയണ്ട എൻ്റെ ഗീതു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മതിയായി. സാരമില്ല കണ്ണേട്ടാ, എന്ത് ചെയ്യാനാ, രഞ്ജുവിൻ്റെ അവസ്ഥ അറിയാലോ, രഞ്ജുവിനെ നമ്മൾ തന്നെ ആശുപത്രി കൊണ്ടുവന്നേ പറ്റൂ. പിന്നെ രേഖേച്ചിയുടെ കാര്യം ഈ സമയത്ത് നല്ല കെയറിങ് കൊടുക്കേണ്ട സമയമാണ്. വരുണേട്ടനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വയറ്റിൽ രേഖേച്ചിയുടെ കുഞ്ഞുണ്ടാവില്ല. അതുകൊണ്ട്
നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഗോവിന്ദേട്ട, ഇത്തിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, അത് ശരിയാക്കിയതു, അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും പാടുപെട്ട് ഓടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ആകെ സങ്കടപ്പെട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗീതു ഗോവിന്ദനെ ചേർത്ത് പിടിക്കുക. വിഷമിക്കേണ്ട കണ്ണേട്ട, എല്ലാം ശരിയാവും, ഇതിനൊക്കെ കണ്ണേട്ടന് ദൈവം നല്ലതേ തരൂ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഗോവിന്ദനൊരു ഫോൺ വരിക. ഫോൺ വന്നതും ഹലോ, ആ എപ്പോ, എവിടെ വെച്ച്? ഈശ്വര, അവൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഉറപ്പായിട്ടും ധ്യാനോട് പറയണം ഈ കാര്യങ്ങളൊന്നും ധ്യാൻ്റെ വൈഫിനെ അറിയിക്കരുതെന്ന്. ആ കുട്ടി അല്ല, അതിനിടയിൽ കൂടെ ഇതൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. എന്നാലും എന്തിനായാൾ ഇങ്ങനെ ചെയ്തത്? ഇങ്ങോട്ട് വരാൻ്റെ സാഹചര്യത്തിൽ അടങ്ങി ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഗീതു അങ്ങോട്ട് വരും. എന്താ കണ്ണേട്ടാ, എന്തു പറ്റി? ശരിയെന്നാ, ഞാൻ വെക്കട്ടെ, ഞാൻ വിളിച്ചോളാം, ശരി എന്നും പറഞ്ഞു ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യുക. ഒന്നും പറയണ്ട ഗീതു, ധ്യാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നല്ലോ. ആ സമയത്ത് നമ്മളും കൂടെ അവനോട് വരാൻ പറഞ്ഞായിരുന്നു രഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ അവനിപ്പോൾ പോയതല്ലേ ഉള്ളൂ, അങ്ങോട്ട് പോയി അവിടെ നിന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോൾ അവന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയവർ അതിനെ സമ്മതിച്ചില്ല. അവിടുത്തെ സെക്രട്ടറി ഒന്ന് ധ്യാനോട് മുട്ടി. ധ്യാനാണെങ്കിൽ വഴക്ക് പറയേണ്ട സ്ഥാനത്ത് കുറേ ഒച്ചയിടുകയും ചെയ്തു. അയാളായിട്ട് ഇടഞ്ഞ് അയാളെ പിടിച്ച് തല്ലുകയും ചെയ്തു. ഇപ്പോൾ അയാളത് കേസാക്കിയിരിക്കുക. ഇനി ധ്യാനിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അറിയില്ല. ഈശ്വര, ഇങ്ങനൊരവസ്ഥയിൽ ധ്യാൻ എന്തിനാ എടുത്തു ചാടിയത്? എൻ്റെ കണ്ണേട്ടാ, ഈ ധ്യാൻ എന്തിനാ അങ്ങനെ ചെയ്തേ? അത് തന്നെ എനിക്കും മനസ്സിലാവാത്തത്. ധ്യാനിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുമായിരുന്നോ? ഞാൻ വിളിച്ച് അയാളോട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലോ. അതേ ഗോവിന്ദേട്ടാ, ഇനിയിപ്പോൾ ഇത് രഞ്ജുവിനോട് എങ്ങനെ പറയും? ധ്യാൻ വരുന്നതും കാത്ത് രഞ്ജു സന്തോഷത്തോടെ ഇരിക്കും. എങ്ങനെ ഇത് പറയാൻ പറ്റും? ആ കമ്പനിയുടെ സൂപ്പർവൈസറെ, ഇതിനെ കണ്ണേട്ടനെ അറിയാലോ. അയാളെ ഒന്ന് വിളിച്ച് സംസാരിക്കുക കണ്ണേട്ടാ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ രഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ധ്യാൻ ഇവിടെ ഉണ്ടാവണം. എല്ലാം ഒറ്റയ്ക്ക് നടന്ന് ഡീൽ ചെയ്യാൻ കണ്ണേട്ടന് കഴിയില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. ഇപ്പം തന്നെ എൻ്റെ കണ്ണേട്ടൻ ഒരുപാട് ക്ഷീണിച്ചു, ഒരുപാട് എന്നൊക്കെ പറയാണ്. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ശരിയാക്കിയതു, ഞാൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇനി രഞ്ജുവിനെ ഒന്നും അറിയിക്കണ്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. ധ്യാനെ വിളിച്ച് പറഞ്ഞേക്കാൻ. ധ്യാൻ രഞ്ജുവിനെ ഒന്നും അറിയിക്കില്ല. പിന്നെ നിൻ്റെ വലിയ കൂട്ടുകാരിയാണെന്നറിയാം ആ പാട്ടുകാരി. എന്നാൽ ആ പാട്ടുകാരിയോട് ഇതൊന്നും എടിപിടിന്ന് വിളിച്ച് പറയാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ചോദിക്കുക, അതെന്താ കണ്ണേട്ടാ, അമ്മ ഇത് അറിയണ്ടേ? അറിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ അറിഞ്ഞത് അവർക്കും എന്തൊക്കെയോ രോഗങ്ങളുണ്ടെന്നാ. ഇനി ഇത് കേട്ട് കഴിഞ്ഞ് അവരാകെ ഷോക്കായി അസുഖം മൂർച്ഛിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാട്ടുകാരി ഇതൊന്നും അറിയണ്ടെന്ന്. അത് കേട്ടതും ഗീതുവിന് ഭയങ്കര സന്തോഷമായി. അമ്മയ്ക്ക് ഒരു ആപത്തും വരാതിരിക്കാനുള്ള ആ ഒരു ആവേശമാണ് കണ്ണേട്ടൻ കാണിച്ചത്. കാരണം അമ്മയ്ക്കൊരാപത്ത് സംഭവിക്കരുത്. ഇങ്ങനെയുള്ള ഷോക്കിംഗ് ന്യൂസുകളൊക്കെ കേട്ടാൽ ആർക്കാണെങ്കിലും ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത നെഞ്ചുവേദന അങ്ങനെ മറ്റതൊക്കെ വരും. അതുകൊണ്ടാണ് ഗോവിന്ദേട്ടൻ അങ്ങനെ സംസാരിച്ചത്. തൻ്റെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുത്. രഞ്ജുവിനും അതെ, സ്വന്തം ചോരകളെ ഇത്രയും സ്നേഹിക്കുന്ന നമ്മുടെ ഗോവിന്ദനെ കണ്ട് ഗീതുവിന് അഭിമാനം തോന്നി. അഭിമാനത്തോടെ ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കാമെന്ന് തോന്നി. ഈ സമയം ഗോവിന്ദനെ ഡോക്ടർ വിളിക്കുകയാണ്. ഗോവിന്ദ് സാർ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. ശരി കണ്ണേട്ടൻ, ഞാനിവിടെ വരാം, പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പോവുക. അത് കണ്ടുകൊണ്ട് രേഖയും രഞ്ജും സന്തോഷത്തോടെ നിൽക്കുക. എന്ത് രസമല്ലേ അവരിങ്ങനെ ചേർന്ന് നടക്കുന്ന കാണാൻ. എല്ലാവർക്കും ഇതുപോലുള്ള ഭാഗ്യം കിട്ടില്ല. ഈശ്വര, ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത്. അവരെ തകർക്കാൻ നിൽക്കുന്ന ആരായാലും അവരെ തകർക്കണം. ഗോവിന്ദനെ ഗീതുവിനെയും ഒരിക്കലും തമ്മിൽ പിരിക്കരുത്. അവരെ പിരിച്ച് അവകാശം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന പല എണ്ണങ്ങളും അറയ്ക്കൽ തറവാട്ടിലുണ്ട്. അവരെയൊക്കെ ദൈവം ശിക്ഷിക്കണം. ഒന്നും കിട്ടരുത്. ഈ ഗീതുവും ഗോവിന്ദേട്ടനും ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ അറയ്ക്കൽ തറവാട്ടിലെ അവകാശികളെയും കൊണ്ട് ജീവിക്കുന്നത് കാണണം എന്നൊക്കെ പറയാം. അപ്പം രഞ്ജു, അതേ രേഖച്ചി, നിങ്ങൾ പറഞ്ഞതാണ് സത്യം. എൻ്റെ ഏട്ടനെ പോലെ നല്ലൊരു മനുഷ്യനും എൻ്റെ ഏട്ടത്തിയെ പോലെ നല്ലൊരു ചേട്ടത്തിയും ഈ ലോകത്തില്ല. ഇവരെ പോലെയുള്ളവരൊക്കെ ഈ ലോകത്ത് കുറവാണ്. അങ്ങനെയുള്ള സമയത്ത് അനിയത്തിമാരെയും ചേർത്ത് പിടിച്ച് ഭാര്യയെയും ചേർത്ത് പിടിച്ച് ഗോവിന്ദേട്ടൻ ഈ ഹോസ്പിറ്റലിൽ കിടന്നോടുന്ന ഓട്ടം ഉണ്ടല്ലോ, അത് ഒരു പെങ്ങാമാരിക്കും ഒരു ഭാര്യയ്ക്കല്ല, പല 100ൽ 95% പേർക്കും കിട്ടാത്തൊരു ഭാഗ്യ. അങ്ങനെയുള്ള സമയത്താണ് ഗോവിന്ദേട്ടൻ എല്ലാവരെയും ഒരുമിച്ച് പരിചരിക്കുന്നത്. അതിന് കുശുമ്പ് കുത്താത്ത ഭാര്യയാണ് ഗീതു. ഈ പ്രാർത്ഥന അവരോടൊപ്പം എന്നും ഉണ്ടാവും.
അവർക്ക് ഒരു പിരിവും ഉണ്ടാവാൻ പാടില്ല. അവരുടെ ജീവിതത്തിൽ അവരെന്നും ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് ജീവിക്കണം. അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോണം ഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർക്കെന്നും ഇതുപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനും ഇതേപോലെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേഖ പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ രഞ്ജു രേഖയെ ഒന്ന് നോക്കുക. അപ്പോൾ രേഖയുടെ കണ്ണൊന്നും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, രേഖയ്ക്ക് ആ ഭാഗ്യമില്ല. 100-95% പേരിലും ഒരാളല്ല ഒരാളാണ് നമ്മുടെ രേഖ. അതെ, അതിൽ 5% പേർക്ക് മാത്രമേ ഭർത്താക്കന്മാരോടൊപ്പം സന്തോഷമായിട്ട് ഇതുപോലുള്ള ജീവിതം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. രേഖ ഇതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുന്നതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.